കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബോഡി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒരു പ്രത്യേക ലക്ഷ്യത്തെ ഉദ്ദേശിച്ച്, പ്രവർത്തന രീതിയെ ഉദ്ദേശിച്ച്, ഒരു പ്രത്യേക പ്രവർത്തനം ഉദ്ദേശിച്ച് വിവിധ ധർമ്മങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന യൂണിറ്റുകളെ ഒത്തുചേർത്ത് പുതിയ ഒരു രൂപം സ്ഥാപിക്കലാണ്. അതിനെയാണ് നമ്മൾ ബോഡി എന്ന് പറയുന്നത്. എന്തെങ്കിലും ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാകാം. ജനറൽ ബോഡി, എക്സിക്യൂട്ടീവ് ബോഡി എന്നൊക്കെ പറയില്ലേ. ഓരോ കമ്പനികളുടെ ആണെങ്കിലും രാഷ്ട്രത്തിന്റെ ആണെങ്കിലും എന്തിന്റെ ആണെങ്കിലും ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ ബോഡി വിവിധ തലങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള ആ ഒരു കൂട്ടായ്മ ഉണ്ടാക്കേണ്ടതായിട്ട് വരും. ഒരു കൂട്ടായ്മയാണ് ബോഡി എന്ന് പറയുന്നത്. എങ്ങനെയുള്ള കൂട്ടായ്മ? ആ കൂട്ടായ്മയിൽ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നതും സ്വതന്ത്രമായിട്ടല്ലാതെ പ്രവർത്തിക്കുന്നതും ഒക്കെയായിട്ടുള്ള ഘടകങ്ങളുണ്ട്. അതിനകത്ത് ഒട്ടും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാത്ത ഘടകം തൊട്ട് വളരെയധികം സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ വരെയുള്ള എല്ലാ യൂണിറ്റുകളും ഉണ്ട്. പക്ഷെ നമുക്ക് അതൊന്നും പ്രസക്തമല്ല. ഈ ബോഡി നമ്മൾ ക്രമീകരിക്കുമ്പോൾ, ഒരു കൂട്ടായ്മ ഉണ്ടാക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക ധർമ്മം ആരോപിച്ചിട്ട് ആ ധർമ്മത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള ഈ കർമ്മങ്ങളെ ക്രമീകരിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് ബോഡി എന്നുള്ള ഒരു കോംപ്രമൈസിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ബോഡിയായിട്ട് നിൽക്കുമ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളെപ്പറ്റി ഒരു ധാരണയുണ്ടായിരിക്കും എന്നർത്ഥം. അപ്പൊ ബോഡി എന്ന് പറയുമ്പോൾ അതൊരു കൂട്ടായ്മയാണ്. അതിനകത്ത് വിവിധ ധർമ്മങ്ങൾ സ്വീകരിച്ചിട്ടുള്ള അനവധി ഇൻഡിവിജ്വൽ യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. ആ ഇൻഡിവിജ്വൽ യൂണിറ്റുകൾ ഒന്നിച്ച് ഒരു പ്രത്യേക ലക്ഷ്യത്തെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന രീതിയിൽ, എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ധർമ്മത്തെ ഉദ്ദേശിച്ച് പ്രവർത്തിക്കാനായിട്ട് ക്രമീകരിച്ചിട്ടുള്ള ഒരു സംഘാതമാണ്, ഒരു കൂട്ടായ്മയാണ് ബോഡി എന്നറിയുന്നത്, ശരീരം എന്നറിയുന്നത്. അത് ഭൗതികം ആയിട്ടുള്ളതിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ശരീരം എന്ന് പറയുന്നത്. ഭൗതികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയ ഗോചരത്വമുള്ള യൂണിറ്റുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനകത്തുള്ള ആശയങ്ങളെ നമ്മൾ ക്രമീകരിക്കുന്നു എന്നർത്ഥം. അതാണ് ശരീരം എന്ന് പറഞ്ഞാൽ. ഇന്ദ്രിയ ഗോചരത്വമില്ലാത്ത ഭാവങ്ങളെ, പ്രവർത്തനങ്ങളെ നമുക്ക് ക്രമീകരിക്കാൻ സാധ്യമല്ല എന്നൊരു ധാരണ കൊണ്ട് ഇന്ദ്രിയ ഗോചരത്വമുള്ള യൂണിറ്റുകളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് എന്ന് മാത്രം. മനസ്സിലുണ്ടോ? ഇന്ദ്രിയ ഗോചരത്വം ഉള്ള ആ ഭാഗങ്ങളെ, ആ യൂണിറ്റുകളെ ആശ്രയിച്ചുകൊണ്ട് അത് ഒരു ഇന്ദ്രിയ അഗോചരത്വമുള്ള ഭാവങ്ങളുടെ ഒരു ഭാവങ്ങളെ സ്വീകരിക്കാൻ പര്യാപ്തമായ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പര്യാപ്തമായ ഒരു പാത്രമെന്നോണം ആണ് നമ്മൾ ഒരു ബോഡി എന്നുദ്ദേശിക്കുന്ന കോംപ്രമൈസ് ഉണ്ടാക്കുന്നത്. ആ ബോഡിയിൽ പ്രധാനമായിട്ടും എന്താണ് നമ്മൾ കാണുന്നത്? ഇന്ദ്രിയ ഗോചരത്വമുള്ള ആ ഒരു യൂണിറ്റിനെയാണെങ്കിലും അതിനകത്ത് പ്രവർത്തിക്കാനായിട്ട് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആശയത്തെയാണ്. അത് ഇന്ദ്രിയ ഗോചര ആയിട്ടുള്ളൊരു അവസ്ഥയിലുള്ളതല്ല, ഗോചരത്വമുള്ളതല്ല. മനസ്സിലാണ്ടോ? ജനറൽ ബോഡി
എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു പൊതുയോഗം കൂടുന്നതൊക്കെ വ്യക്തികളാണ്. ആ വ്യക്തികൾക്ക് ഏത് കാര്യത്തെപ്പറ്റിയാണോ ഈ ജനറൽ ബോഡി എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചു കൂട്ടുമ്പോൾ ഏത് കാര്യത്തെപ്പറ്റിയാണോ അവിടെ പരാമർശിക്കേണ്ടത് അത് മാത്രമാണ് മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട് അവിടെ എത്തുന്നത്. അത് മാത്രമേ പുറത്തേക്ക് വിടുന്നുള്ളൂ. അവിടെ വന്നിട്ട് വീട്ടുകാര്യമോ വേറെ അയലോക്കത്തെ കാര്യങ്ങളോ ഒന്നും പറയാനുള്ളതല്ല. അപ്പൊ ഏത് കാര്യത്തിനുള്ള ജനറൽ ബോഡിയാണോ വിളിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ബോഡിയാണോ കൂടിയിട്ടുള്ളത്, അതിൽ വന്നിരിക്കുന്ന യൂണിറ്റുകളുടെ ഉള്ളിൽ തത്കാലം ക്രമീകരിക്കേണ്ടുന്ന ആശയങ്ങൾ ഏത് ധർമ്മത്തെ ഉദ്ദേശിച്ചിട്ടാണോ ആ ധർമ്മം ആണ് അവിടെ പുറത്തേക്ക് വിടേണ്ടത്. ആ ധർമ്മത്തിന് അനുകൂലമായിട്ടുള്ള, അതിനെ വികസിപ്പിക്കാൻ, അതിനെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അത് മാത്രമാണ് അവിടെ പ്രകടിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു കോംപ്രമൈസോടുകൂടി സജ്ജീകരിച്ചിട്ടുള്ളതാണ് ഏത് ബോഡി എന്ന് പറയുന്നത്. അപ്പൊ ബോഡി എന്ന് പറയുന്നതിൽ ഒരു പാത്രം എന്ന നിലയ്ക്ക് ഒരു ഇന്ദ്രിയ ഗോചരത്വമുള്ള ഒരു അവസ്ഥയും, പിന്നെയോ ആ പാത്രത്തിൽ പ്രധാനമായിട്ടും ആ പാത്രത്തിൽ നമ്മൾ ശേഖരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ക്രമീകരിച്ചിട്ടുള്ള ആശയം എന്ന നിലയ്ക്ക് ഇന്ദ്രിയ ഗോചരത്വമില്ലാത്ത ഒരു ഭാവവും ഉണ്ടായിരിക്കും. നമുക്ക് ആവശ്യം ഏതാണ്? വാസ്തവത്തിൽ ആവശ്യം നമുക്ക് ഇന്ദ്രിയ ഗോചരത്വം ഇല്ലാതിരിക്കുന്ന ആ ഭാവങ്ങളുടെ ഒരു മിശ്രമണമാണ് ഇവിടെ ഈ ബോഡിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് എന്താണ്? ഇന്ദ്രിയ ഗോചരത്വത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു ഭൂത യൂണിറ്റ് ഉണ്ടായിരിക്കും. ഭൂത യൂണിറ്റ്. മറ്റതോ ഭൂതമല്ല, മെറ്റീരിയൽ അല്ല. ഭൂതം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ഗോചരത്വത്തിലേക്ക് അനുഭൂതമായത് എന്നർത്ഥം. അതിന് കൂട്ടായ്മ, അതിനും ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മ വളരെ ബലവത്തായി തോന്നുന്നത് കൊണ്ട് അതിനെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. അതിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം വളരെ കൂടുതലാണ്. പക്ഷേ നമ്മൾ വാസ്തവത്തിൽ ഈ ബോഡിയെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ചായ എന്ന് ഹോട്ടലിൽ ചെന്ന് നമ്മൾ പറയുമ്പോൾ കൊണ്ടുവയ്ക്കുന്നത് ഗ്ലാസ് ആണ്. അല്ലാണ്ട് ചായ അവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. ഗ്ലാസ് ഇല്ലാതെ ചായ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ചായ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ അല്ലാതെ ചായ കൊണ്ടു തരാറില്ല. അപ്പോൾ കൊണ്ടുവയ്ക്കേണ്ടത് ഗ്ലാസ് ആണ് എന്നാണ് എല്ലാവരും ധരിക്കുന്നത്. പക്ഷെ നമുക്കതിനകത്ത് ഉപയോഗിക്കേണ്ട വശം അതിനകത്തുള്ള ചായയാണ്. അത് രണ്ടും പക്ഷേ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകും. പക്ഷേ ഇത് ഇന്ദ്രിയ ഗോചരത്വം ഇല്ലാത്തൊരവസ്ഥയാണ് ചായക്കെങ്കിൽ ഈ ഗ്ലാസ് കൊണ്ടുവയ്ക്കുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ചായ ഇന്ദ്രിയ ഗോചരത്വം ഇല്ലാത്തൊരു സാധനമാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ സ്നേഹം, ദേഷ്യം, അസൂയ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ ഒരു ശരീരത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്നത്. സന്തോഷം, സങ്കടം, സന്തോഷം, ദുഃഖം എന്ന് രണ്ട് വിഭാഗത്തിലായിട്ട് വിരിച്ച് നല്ല കാര്യങ്ങൾ എന്ന് പറയുന്ന കുറെ ഭാഗങ്ങൾ മനസ്സിലാണ്ടോ? സഹായിക്കണം, അനുകമ്പ, സ്നേഹം എന്നൊക്കെ പറയുന്നത് എല്ലാം സന്തോഷത്തിന് കാര്യമാണ്. മറ്റത് വേദനകളെല്ലാം എന്ന് പറഞ്ഞാൽ ദേഷ്യം, അസൂയ, മത്സരം, ഇങ്ങനെയുള്ള എല്ലാം നെഗറ്റീവായിട്ട് അത് വളരെ അപ്പം നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കുറെ ആശയങ്ങളെ എന്ത് ചെയ്യും? അനവധി നിരവധി ആശയങ്ങളെ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു പാത്രമായിട്ടാണ് എന്തു വരുന്നത്? നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരം വരുന്നത്. അപ്പോൾ സ്നേഹം വേണമെന്നുണ്ടെങ്കിലും വാത്സല്യം വേണമെന്നുണ്ടെങ്കിലും
സഹായം വേണമെന്നുണ്ടെങ്കിലും എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് എന്തിനെയാണ്? ഈ ശരീരത്തെ മാത്രമാണ്. പക്ഷെ ശരീരമാണോ നമുക്ക് വേണ്ടത്? ശരീരമല്ല നമുക്ക് വേണ്ടത്. ഒരാളുടെ ശരീരം അല്ല നമുക്ക് വേണ്ടത്. പക്ഷേ ആ ശരീരത്തിനകത്ത് ഉള്ള ആശയങ്ങളിൽ നമുക്ക് പ്രത്യേക പ്രത്യേക സമയങ്ങളിൽ പ്രത്യേക ആ ആശയങ്ങളെയാണ് നമുക്ക് വേണ്ടത്. അത് എന്താണെങ്കിലും. പക്ഷെ നമ്മൾ വശീകരിക്കാൻ ശ്രമിക്കുന്നത് മുഴുവൻ ഈ ശരീരത്തെയാണ്. എന്താ കാര്യം? ഇന്ദ്രിയ ഗോചരത്വം ഉള്ളത് ഈ മെറ്റീരിയൽ ആയിട്ട്, ഈ ഭൂതമായിട്ടുള്ള അവസ്ഥയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ബോഡി എന്ന് പറയുന്നത് നമ്മൾ മെറ്റീരിയലായിട്ടുള്ള ഈ ഭാവത്തിന്, ഈ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും, ഭൂതമായിട്ടുള്ള ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും അത് വാസ്തവത്തിൽ നമ്മൾ അതിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. അതിനകത്ത് വസിക്കുന്ന, അല്ല അതിനകത്ത് ഉള്ള, ശേഖരിച്ചിട്ടുള്ള, ക്രമീകരിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള വികാരങ്ങളൊക്കെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. നിരവധിയായിട്ടുള്ള വികാരങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? അതെല്ലാം പ്രത്യേക കൂട്ടായ്മയാണ്. അതെല്ലാം കൂടി ചേർന്നതാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത്. ആ വ്യക്തി എന്ന് പറയുമ്പോൾ നിരവധി അംഗങ്ങളോടും ഘടകങ്ങളോടും കൂടിയ ബോഡികളാണ്. പക്ഷെ ആ ബോഡികൾക്ക് എന്താണ്? ഇന്ദ്രിയ ഗോചരത്വം ഇല്ല എന്ന് മാത്രം. എന്നാൽ ഈ ശരീരം എന്ന് പറയുന്നതും നിരവധി ഈ ഭൗതിക ശരീരം എന്ന് പറയുന്നതും നിരവധി അംഗങ്ങളോടും ഘടകങ്ങളോടും കൂടി ഉള്ള ഒരു കൂട്ടായ്മയാണ്. പക്ഷെ അതിനകത്ത് എന്താണ്? അതിൽ സംഭവിക്കുന്നത് എന്താണ്? അതിന് ഈ ഭൂതഭാവമുണ്ട്, ഇന്ദ്രിയ ഗോചരത്വം ഉണ്ട് എന്നർത്ഥം. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഇന്ദ്രിയ ഗോചരത്വമുള്ള, നമുക്ക് നേരിട്ട് ഇന്ററാക്ഷൻ നടക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരു ഭൂതശരീരവും എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ സ്ഥൂല ശരീരം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഭൂതശരീരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ഥൂല ശരീരം എന്ന് പറയും. അത് ഇന്ദ്രിയ ഗോചരത്വമുള്ള ഭാഗം. അതിനകത്ത് ഉള്ള നിരവധി അനന്ത കോടി യൂണിറ്റുകൾ ചേർന്ന് ചെറിയ വികാരങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള മറ്റു വികാരങ്ങൾ അങ്ങനെ ഒന്നിനകത്ത് മറ്റൊന്ന് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഏതാണോ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ ഏതാണ് ആവശ്യത്തിന്റെ അനുസരിച്ച് എടുക്കും. തൽക്കാല ആവശ്യമനുസരിച്ച് അങ്ങനെയുള്ള നിരവധി കൂട്ടായ്മയും അതിന്റെ കോമൺ ആയിട്ടുള്ള കൂട്ടായ്മ എന്ന് വെച്ചാൽ കയ്യ് കാല് എന്നൊക്കെ പറയുന്നത് അതിന്റെ ആവശ്യത്തിന് എന്റെ കാല് വേദനിക്കുന്നു, കൈ വേദനിക്കുന്നു, തലവേദനിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എല്ലാം പ്രത്യേകം ആയിട്ട് പറയുമെങ്കിലും എനിക്കൊരു സുഖമില്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ചേർന്ന ഈ ബോഡിയാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് മനസ്സിന് സുഖമില്ല എന്ന് പറഞ്ഞാൽ ഈ ബോഡി വിട്ട് മറ്റേ അകത്തുള്ള ചെയ്തിട്ടുള്ള അതിനകത്ത് ഉള്ള ആശയങ്ങളെ കേന്ദ്രീകരിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം? ശരീരം എന്ന് പറയുന്നത് ഭൂതശരീരവുമുണ്ട്, പിന്നെന്താണ് ഭൂതമല്ലാത്ത ശരീരം. അതിനെയാണ് നമ്മൾ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. അതും ഈ ശരീരം പോലെ തന്നെ കോടാനുകോടി യൂണിറ്റുകൾ ചേർന്ന് ലക്ഷക്കണക്കിന് യൂണിറ്റുകളായിട്ട് മാറി അത് പിന്നെ അത് ഒന്നിനുമേലൊന്നായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ് എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ ഇന്ന വീട്ടില് അഡ്രസ് എഴുതുമ്പോൾ ലോകത്തെ എവിടെ ഇരുന്നാലും ഇവിടെ ഒരു ആദ്യം എന്താണ് ഇന്ത്യയിലേക്കാണ് എഴുത്തു വരുന്നത്. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ കേരളത്തിലേക്കായി. അപ്പൊ കേരളം ഇന്ത്യയും രണ്ടാണ്, പക്ഷെ ഒന്നിനകത്താണ് എന്ന് പറയുന്നത് പോലുള്ള കൂട്ടായി കേരളത്തിലേക്ക്. പിന്നെ വന്ന് ആലപ്പുഴയിലേക്ക് വന്നു, പിന്നെ ആലപ്പുഴയിലെത്തി കഴിയുമ്പോൾ അതിനകത്തുള്ള ചേർത്തലയിലേക്ക് വരും. ഇങ്ങനെ വന്നതുപോലെ അങ്ങനെ വന്ന് ഗ്രാമത്തിലേക്ക് വരും. ചേർത്തലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ വില്ലേജ് നോക്കി വരും. അത് കഴിഞ്ഞ് ഏത് വീട്ടിലാണ്, അതിനകത്ത് ഏതാള് ആണ്. ഇങ്ങനെയാണ് ഈ ഘടകങ്ങളും ആ കോമ്പിനേഷൻ തമ്മിലുള്ള ബന്ധം. ഇങ്ങനെയുള്ള ബന്ധം ക്രമീകരിക്കുന്ന വിധത്തിലെ
പ്രപഞ്ചത്തിൽ എന്തും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒന്നിനകത്തൊന്ന് അതിനകത്ത് വേറൊന്ന് എന്ന് പറയുന്ന പോലെ ഉള്ളിലേക്ക് ചെന്നാലും സൂക്ഷ്മം എത്രയായിട്ട് വന്നാലും ഒരു ഇൻഡിപെൻഡന്റ് യൂണിറ്റ് ആകുമ്പോഴത്തേക്കും അത് വിശാലമായിട്ടൊരു പ്രപഞ്ചത്തിന്റെ സ്വഭാവം കാണിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും അത് അതിനകത്തേക്ക് എന്ന് വെച്ചാൽ സോളാർ സിസ്റ്റം ഇങ്ങനെ വന്ന് അതൊരു ഇൻഡിപെൻഡന്റ് യൂണിറ്റ് ആണ്. സോളാർ സിസ്റ്റത്തിനകത്ത് ഭൂമിക്കകത്ത് നമ്മൾ പല രാജ്യം ഇങ്ങനെ വന്നു കഴിഞ്ഞ് വ്യക്തികളുടെ അകത്ത് സെല്ലുകൾക്കകത്ത് ആറ്റത്തിന്റെ അകത്ത് ചെല്ലുമ്പോൾ അത് ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റായി മാറി. അതിനകത്ത് ചെല്ലുമ്പോഴാണ് അതൊരു സോളാർ സിസ്റ്റം പോലെ അതിനകത്ത് നമ്മൾ ചെന്നുപെടുമ്പോഴാണ് നമ്മളൊരു സോളാർ സിസ്റ്റത്തിൽ. അപ്പൊ ആദ്യം പുറപ്പെട്ടിടത്ത് നിന്ന പോലൊരു പ്രതീതി. എല്ലാം ആപേക്ഷികമായതുകൊണ്ട് അതുകൊണ്ട് എത്ര അകത്തേക്ക് പോയാലും ഒരിക്കലും അത് തീരുന്നില്ല, അത് അനന്തമായിട്ട് പോകും. എന്നാൽ മേളിലേക്ക് പോയാലും എന്തു പറ്റും? സോളാർ സിസ്റ്റം കഴിഞ്ഞ് മേളിലേക്ക് പോയി ഗാലക്സിയും കഴിഞ്ഞ് അതിന്റെ മേളിലേക്ക് പോകുമ്പോൾ സോളാർ സിസ്റ്റം ആറ്റമായി മാറും. അപ്പോൾ അപ്പോഴും വീണ്ടും നമ്മൾ വീണ്ടും പുറത്തേക്ക് പോകേണ്ടി വരും. അപ്പോൾ പുറത്തേക്ക് പോകുന്ന ആ പോക്കും അകത്തേക്ക് വരുന്ന ആ പോക്കും അനന്തമായിട്ടിരിക്കും എന്നർത്ഥം. ഇത്രയും മതി. ഇന്ന് ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാൻ വിചാരിക്കുന്നു. നമഃ ശിവായ.